വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാർട്ടി വെയർ ഡ്രസ്സ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു നെക്കിൽ മാത്രം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ്. ഫാബ്രിക് പെയിൻറ്റും ബീഡ്സും മാത്രമാണ് ഞാൻ ഈ ഒരു ഡിസൈനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് നെക്കിന് താഴെയാണ്. നെക്കിന് താഴെ അല്ലാതെ നമുക്ക് ചുരിദാറിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിസൈനാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്ലോത്തിൽ ഇതുപോലെ നെക്ക് ലൈൻ വരച്ചെടുക്കണം. നെക്ക് ലൈൻ വരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെയിനാണ് വേണ്ടത്. ഇത് സ്റ്റോണിൻ്റെ ഒരു ചെയിനാണ്. ഈ ചെയിനാണ് നമ്മൾ ബോർഡറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാദ്യം സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ ചെയിന് ഇതുപോലെ നെക്കിന് താഴേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ ആക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ചെയിനിൻ്റെ അധികമായിട്ട് വരുന്ന ഈ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് ഇതുപോലെ 2 കളറുള്ള ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. റെഡും ബ്ലാക്കും ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഷെയ്ഡ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് റെഡാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് നമുക്ക് വളരെ കുറച്ച് മതിയാവും. റെഡ് നമുക്ക് കൂടുതലെടുക്കാം. ബ്ലാക്ക് വളരെ കുറച്ച് മതി. ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ പെയിൻറ് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ ബോർഡർ വരച്ചു കൊടുത്തിട്ടുള്ള അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ സർക്കിൾസ് വരച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഇത് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇതുപോലെ സർക്കിൾസ് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ള സർക്കിൾസിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ ആക്കിയതിന് ശേഷം ഇതുപോലെയുള്ള 2 ബീഡ്സ് ഇട്ട് കൊടുക്കാം. 2 ബീഡ്സ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സർക്കിൾ ഷേപ്പിൽ ഒരു റെഡ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിതിങ്ങനെ പെയിൻറ്റ് ചെയ്തു എന്ന് മാത്രം. ഇനി കൂടുതൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാബ്രിക് ഗ്ലൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലോണം അലക്കി കഴിഞ്ഞാലൊക്കെ അത് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്തു എന്ന് മാത്രം.
ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ഈ ഒരു പെയിൻറ്റിന് ചുറ്റും ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നിറയെ ഡോട്ട്സ് ഇട്ടിട്ട് അതിലെല്ലാം ട്യൂബ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് ഇത് കിട്ടും. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഫസ്റ്റ് തിക്കായിട്ട് ചെയ്യണം, പിന്നെ അവിടെ ഇവിടെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിത് കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് നെക്കിന് താഴെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഡിസൈൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുകയും വേണം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്